ഹലോ ഓൾ വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രനറാണ്. നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. ഫൈബ്രോമയൽജിയ, 5-ൽ കൂടുതൽ സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ ഫൈബ്രോമയൽജിയ എന്ന് പറയും. ക്രോണിക് ഫറ്റീഗ് സിൻഡ്രോം, ആമവാദം, റൊമറ്റോയ്ഡ് ആർത്തറൈറ്റിസ്, സെലിയാക് ഡിസീസ്, സ്കിൻ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, ക്യാൻസർ, ഈവൻ ഹാർട്ട് ഡിസീസ് വരെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് വരാം. തൈറോയിഡ് സംബന്ധമുള്ള പ്രശ്നങ്ങളെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കാറ്റഗറിയിലാണ് പറയപ്പെടുന്നത്. എന്താണ് ആക്ച്വലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ? വെരി സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ ഓൺ സെൽസിനെ, നമ്മളുടെ ഓൺ കോശത്തിനെ തന്നെ കയറി ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു അവസ്ഥേനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ശരീരം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ തന്നെ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭടന്മാർ ഇന്ത്യൻ സൈനികരെ തന്നെ കയറി തിരിച്ച് ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ. ശരീരം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ബോഡി എത്തുന്നു. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് കാരണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തുള്ള വീഡിയോകളിൽ നമുക്ക് നോക്കാം.